അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ചൈനീസ് ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ നമ്മൾ ഇന്നൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. മാത്രമല്ല ആ സംഭവം ഏതാണുള്ളത് നിങ്ങളെ കൂടെ പറയാൻ പോട്ടോ ആ ഒരു വീശ്. അപ്പൊ ഇത് ചൈനീസുകാരൊക്കെ കൂടുതലും വീശ് നമ്മൾ കണ്ടുള്ള കടലിലൊക്കെ വീശുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ വലയിൽ നമ്മൾ ആ ഒരു വീശ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. അപ്പൊ നിങ്ങളെ കൂടെ പറഞ്ഞു തരാം കേട്ടോ. വീശ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഈ ചരട് നമ്മളെടുത്ത് നമ്മൾ കയ്യിൽ ഇങ്ങനെ കെട്ടിയിടണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ വല എടുത്തൊരു സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പോയിരിക്കാൻ കേട്ടോ. ഇത് സെയിം ആയിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ. എല്ലാം ഇതിന് ചുറ്റിലും തന്നെ സെയിം തന്നെയാണ്. എല്ലാ വല വീശിലും ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പ് തന്നെയാണ്. അതിന് ചൈന ആയാലും ഏത് രാജ്യമായാലും 3 സ്റ്റെപ്പ് തന്നെ എല്ലാത്തും വരുന്നത്. ആദ്യത്തെ 2ഉം സെയിം ഒന്ന് തന്നെ കേട്ടെ. സെയിം ആയിട്ട് നമ്മൾ ഇത് കണക്കാൻ എടുക്കും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സാധാരണ വീശിയിൽ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എളിക്കൊപ്പം നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോളിന്റെ ഒരു ഹൈറ്റിലാണ് എടുക്കാറുണ്ട്. തോളിന്റെ ഹൈറ്റിൽ പല വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീശുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 20 ഇവിടെ 20 അപ്പുറത്തും നമ്മൾ കയ്യിലെടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു 60% എടുക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% നമ്മൾ കൈത്തന്നെ എടുക്കുന്നത്. വെറും 10% മാത്രമേ ഉള്ളൂ നമ്മൾ കൈയുടെ പുറകിലായിട്ട് നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10% നമ്മൾ ജസ്റ്റ് ഇവിടെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഈ എടുക്കുന്ന ഒരു 10% നമ്മളെടുത്ത് കൈ പിടിക്കും. ബാക്കിയുള്ള 90% നമ്മുടെ ഈ ഒരു ഒറ്റ കൈ തന്നെ വരുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ വീശിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അപ്പൊ ഫുള്ള് കേട്ടോ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മളത് ഫുള്ള് എടുക്കും. നമ്മള് ഇവിടെ പുറകോട്ട് വെക്കും. നടന്ന് നമ്മൾ ബാക്കി പൊയ്ക്കും. നടന്ന് ബാക്കി പോടാ എടുത്തോണ്ട് തന്നെ. അപ്പം ഉണ്ടോ പട്ടൻസി കുറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട് പട്ടൻസ് ഇടാറില്ല, പട്ടൻസ് ഉടുപ്പ് ഇടാറില്ലെന്ന്. അപ്പം 90% നമ്മൾ ഇവിടെ തന്നെ എടുക്കും. പിന്നെ ഇവിടെ നിന്ന് വരുന്നതിന്റെ ഒരു ഓപ്പൺ ഉണ്ടല്ലേ, ഇത് നമ്മൾ ഈ കയ്യിൽ പിന്നെ പട്ടൻസി കുരിയും. നമ്മൾ ഇതിനു മുമ്പിട്ട് കുറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പട്ടൻസ് ഉള്ള ഉടുപ്പിടാനേ പാടില്ല, ടീഷർട്ടേ പാടുള്ളൂ എന്ന്. അതിന്റെ കാരണം അതാ, അതിനെ കുരുങ്ങിക്കൊണ്ടേ ഇരിക്കും ഓരോ വട്ടം എടുക്കുമ്പോഴും. അപ്പം ഇങ്ങനെ വരും, തല ഇങ്ങനെ വരും ഫുള്ളായിട്ട്. അപ്പൊ ഇതുവരെയുള്ള സംഭവം മനസ്സിലായിട്ടുള്ളവർ ഒരു ലൈക്ക് അടിക്കുവേ, ഇതുവരെ പറഞ്ഞ് മനസ്സിലായെങ്കിൽ. അപ്പൊ ഈ 90% നമ്മുടെ ഈ കയ്യിലായിരിക്കും. ഇതാണ് അവരുടെ ഒരു വീശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ആട്ടുന്നു, എടുത്തെറിയുന്നു. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ബാക്കി വയ്ക്കും, പുറകെ വയ്ക്കും. ഓക്കെ, ട്രൈ ചെയ്യട്ടെ. നമുക്ക് ചൈനീസ് ഫിഷൻ ട്രൈ. ഓക്കെ വന്നേ. കിട്ടിയോടെ ഗൈസ്. അപ്പം നമ്മുടെ വീട് ഇന്നത്തെ ഇത്ര ഉള്ളായിരുന്നു. നമുക്കിവിടെ സ്പേസ് വളരെ കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് വീശാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ നമ്മൾ വെള്ളത്തിൽ പോകുമ്പോൾ നമ്മൾ ചിലർക്ക് എറിഞ്ഞ് കാണിക്കാം കേട്ടോ, വല്ലാതെ വീശി കാണിക്കാം. അപ്പൊ നമ്മുടെ ചൈനീസ് വീശ് നമ്മളന്നേരം റീക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് വേണ്ടതാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈനീസ് ഫിഷ് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള വേറെ സ്ഥലത്തുള്ള വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫിഷ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. അപ്പൊ വീഡിയോ പേര് എന്ത് സംശയമായിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മുടെ പാടമൊക്കെ വെള്ളം കയറി കിടന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വരും ദിവസം നമ്മൾ ഫിഷിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അന്നേരം ഗുഡ് ബൈ.